അപ്പോൾ നിലമ്പൂർ മുണ്ടയിലെ ഫുട്ബോൾ ആവേശത്തിന് മാറ്റുകൂട്ടാൻ മലപ്പുറത്തിന്റെ മറഡോണ ആസിഫ് സൈർ എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാന താരമായ അർജന്റീന ഫാൻ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് സൈർക്ക എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മുണ്ടയിലെ ജാസ് ക്ലബിനെ കുറിച്ച്, ഇവിടുത്തെ ആവേശത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമാണ് അങ്ങനെ ഒരു സംഭവം. ഹലോ സുഹൃത്തുക്കളെ, വേൾഡ് കപ്പ് അത് നമുക്കൊരു ആവേശമാണ്, എന്നാൽ മലപ്പുറത്തുകാർക്കോ അതൊരു ഉത്സവമാണ്. കളി നടക്കുന്നത് അങ്ങ് അമേരിക്കയിലാണെങ്കിലും അതിന്റെ ആവേശം നടക്കുന്നത് ഇവിടെ നിലമ്പൂരും മുണ്ടയിലാണ്. അർജന്റീനന്റെ ഫാൻസ് വെച്ച വലിയ പടുകൂറ്റൻ ഫ്ലക്സാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അതിന് ബദലായി ബ്രസീൽ ഫാൻസ് അതിലും വലിയ ഫ്ലക്സർ വെച്ചിട്ടുണ്ട്. മത്സരത്തിന്റെ ആവേശമാണ് നിങ്ങൾ നിലമ്പൂരിക്കൊണ്ട് പോരി. ഇവിടുത്തെ ഫ്ലക്സ് ബോർഡിന്റെ ഓരോ കാഴ്ചകളിലും ഓരോ കഥകളുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ പോരി, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ നിങ്ങൾ, അപകടങ്ങളിൽ മരണപ്പെട്ട ഫുട്ബോൾ താരങ്ങളെ വെച്ചിട്ടാണ് ഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങോട്ട് പോരി, അതിൻ്റെ ബാക്കിലുള്ളത് നമ്മളെ മലയാളി താരം, ഏവരുടെയും അഭിമാനമായ കണ്ണൂർക്കാരൻ മലയാളി താരം തഹസിൻ മുഹമ്മദിൻ്റെ ഫോട്ടോയാണ്. നമ്മളൊക്കെ ഒരു ആഗ്രഹമാണ് ഒരു മലയാളി വേൾഡ് കപ്പിൽ കളിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് അവർ രണ്ടാമത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതിലേറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇങ്ങോട്ട് വരും. നമ്മുടെ നമ്മുടെ രോമാഞ്ചമായ നമ്മുടെ ജന്മനാട് ഇന്ത്യ ഫുട്ബോൾ കളിക്കണമെന്ന് ഏവരുടെയും ആഗ്രഹമാണ്. നമ്മളൊക്കെ മനസ്സിൽ ഇന്ത്യൻ്റെ ദേശീയഗാനം ഒന്ന് മുഴങ്ങി കേൾക്കണം എന്നുള്ളത് അതിയായ ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ അതിൻ്റെ വലിയ കൂറ്റം ഒരു ഫ്ലക്സ് വെച്ചിട്ട് തന്നെയാണ് ഓല പ്രത്യേകം അതിനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓലെ അഭിനന്ദിക്കണം. അതേമാതിരി തന്നെ മലയാളി തഹസിൻ മുഹമ്മദിനെ ഉൾപ്പെടുത്തിയൊക്കെ നല്ല വലിയ ഒരു ഫ്ലക്സ് വെച്ചിട്ട് തന്നെ പ്രത്യേകം പരിഗണന കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി വൺ ഡേ വി വിൽ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നാൾ വേൾഡ് കപ്പ് വേദിയിൽ ഇന്ത്യൻ ദേശീയഗാനം മുഴങ്ങണം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഡയലോഗ് നിങ്ങൾ വെക്കട ഇതിനും മേലെ. Sinking in, I know this feels right. Catching a crazy love moving through me like a wildfire, like a wildfire. Hey, I'm never the same. അപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഒരുപാടുണ്ട്. ഇത് ഫുൾ കാണിക്കാൻ കഴിയൂല മക്കളെ, കാരണം ഒരു ലോകമാണ് ഇവിടെ, നേരിട്ട് വന്ന് കാണാൻ വേണം. അപ്പോൾ ഇതിനെല്ലാം പാകത്തിലുള്ള ഫ്ലക്സ് ബ്രസീൽ ഫാൻസ് അപ്പുറത്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, മത്സരം നടക്കുന്ന അമേരിക്കയിലല്ല, ഇവിടെ മുണ്ടയിലാണെന്ന്. നമുക്കതൊന്ന് പോയി നോക്കിയാലോ. അപ്പോൾ സുഹൃത്തുക്കളെ, ആദ്യ പകുതിയിൽ നിങ്ങൾ കണ്ടത് മുണ്ടയിലെ അർജന്റീന ഫാൻസിന്റെ തേരോട്ടമാണെങ്കിൽ ഇനി കാണാൻ പോകുന്നത് സെക്കൻഡ് ഹാഫിൽ ബ്രസീൽ ഫാൻസിന്റെ പടയോട്ടാണ്. നിങ്ങളോട് പോരി, ഞാൻ കാണിച്ചു തരാം കാഴ്ചകൾ. ഇവിടെ തുടക്കത്തിലേ കൊടുത്തിട്ടുള്ളത് അകാലത്തിൽ വിട പറഞ്ഞു പോയ അവരുടെ കളിക്കൂട്ടുകാരുടെ ഫോട്ടോസാണ്. ജാസ് എന്നുള്ള പേരും കൊടുത്തിട്ടുണ്ട്. ആ ജാസ് എന്നുള്ള പേരിലൊരു ക്ലബ്ബ് തന്നെ ഓല ഓർമ്മക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഓല് പറഞ്ഞത്. പിന്നെ അതിൽ കൊടുത്ത ഡയലോഗ്, കാലം മായ്ക്കാൻ ശ്രമിച്ചാലും ഹൃദയത്തിൽ നിന്നും ഓർമ്മകളോടെ പ്രിയപ്പെട്ടവർ. അപ്പോൾ പ്രിയപ്പെട്ടവരായ ആളുകൾ പെട്ടെന്ന് വിട പറഞ്ഞ അവരെ ഓർമ്മിച്ചുകൊണ്ടാണ് ബ്രസീൽ ഫാൻസ് ഒരു മാതൃകാപരമായ ഫ്ലക്സിന് തുടക്കം കുറിച്ച്. തുടക്കത്തിൽ തന്നെ അതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ഹൈലൈറ്റ് ആയിട്ടുള്ളത് 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാൻ ഒരു മലയാളി ഫ്രം ഖത്തർ, തഹസിൻ മുഹമ്മദ് എന്ന മലയാളിയെ വലിയൊരു ഫോട്ടോ വെച്ചിട്ട് തന്നെ നല്ല സപ്പോർട്ടുള്ള രീതിയിലാണ് ഒരു രണ്ടാമതായി കൊടുത്തിട്ടുള്ളത്. അത് നമുക്കൊക്കെ അഭിമാനമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മലയാളി വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് ഒരു ഖത്തർ എന്നുള്ള രാജ്യത്തിനാണെങ്കിലും കൂടി നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം. മൂന്നാമതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ നൂറ്റാണ്ടിന്റെ തന്നെ താരങ്ങളായ ഈ വേൾഡ് കപ്പോടെ വിരമിക്കുന്ന അർജന്റീനൻ ഇതിഹാസ താരം ലയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ, ബ്രസീലിന്റെ നെയ്മർ, അതേപോലെ ക്രൊയേഷ്യയുടെ മോഡ്രിച്ച്. ഇവരെ 4 പേരെയും ഒരു വലിയ ഫ്ലക്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്
അവരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അവർ 3ാമത്തെ ഫ്ലക്സ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബ്രസീൽ ടീമിന്റെ ഒരു ആറാട്ട് തന്നെയാണ്. മൊത്തം ടീമുകൾ ഉൾപ്പെടുത്തി അതിൽ പഴയ താരങ്ങളും പുതിയ താരങ്ങളും പെലെ പോലുള്ള പഴയ നൂറ്റാണ്ടിന്റെ ഇതിഹാസ താരങ്ങളെ ഉൾപ്പെടുത്തി ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ ഉൾപ്പെടുത്തി എല്ലാം ഉൾപ്പെട്ട് ഒരു ലോകം തന്നെ. ഈ തല വരെ കാണില്ല, കാണിച്ചു തരാൻ കഴിയില്ല, കാണിച്ചു തരാം, പക്ഷെ ഒറ്റ ഷോട്ടിൽ ഒറ്റ സ്ക്രീനിൽ നമുക്ക് കാണിക്കാൻ കഴിയില്ല. വീണിട്ടുണ്ട്, വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ രാജാക്കന്മാർ തിരിച്ചു വന്നിട്ടുണ്ട്. ചരിത്രം എഴുതാൻ അതാണ് ഇപ്പോൾ ഡയലോഗ് കൊടുത്തിട്ടുള്ളത്. കാരണം രാജാക്കന്മാർ തന്നെയാണ്. ഒരു കാലത്ത് 2002 കാലഘട്ടം വരെ ബ്രസീൽ ഫുട്ബോൾ അടക്കി വാണിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നല്ല നമുക്ക് റോബർട്ടോ കാർലോസ്, റൊണാൾഡിഞ്ഞോ തുടങ്ങി ലോകോത്തര ഒരു പിടി താരങ്ങൾ നേരെ എന്ന ഒരു കാലഘട്ടം ബ്രസീലുണ്ടായിരുന്നു. അന്നും അർജന്റീന ബ്രസീൽ നല്ല ഫൈറ്റിംഗ് നടന്ന ടൈമാണ്. അർജന്റീന നല്ല ടീം ഉണ്ടായിരുന്നു, പക്ഷെ അത് നിർഭാഗ്യങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടമാണ് അർജന്റീനക്ക്. പക്ഷെ ബ്രസീൽ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു കാലഘട്ടമാണ്. അപ്പോൾ ആരാധകർ സൂചിപ്പിക്കുന്ന പോലെ ബ്രസീൽ തിരിച്ചു വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ബ്രസീൽ തിരിച്ചു വരണം. ബ്രസീൽ അർജന്റീന പോലത്തെ വലിയ ടീമുകൾ തിരിച്ചു വന്നാലേ ഫുട്ബോളിന് ആവേശം നിലനിൽക്കുകയുള്ളൂ. തിരിച്ചു വരട്ടെ, നമുക്കും ആഗ്രഹിക്കാം. Catching a crazy love moving through me like a wildfire, like a wildfire. Hey, I'm never the same. Whenever you're calling my name, I'm taking my sweet time. Golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. ലക്ഷ്യം ഒന്ന് മാത്രം, അത് 6ാം കിരീടം. 6ാം കിരീടം ലക്ഷ്യം വെച്ചിട്ടാണ് ബ്രസീൽ ഇറങ്ങുന്നത്. അപ്പുറത്ത് അർജന്റീന ആണെങ്കിലോ നിലവിലെ ലോക ചാമ്പ്യന്മാരായിക്കൊണ്ടാണ് അർജന്റീന കടന്നു വരുന്നത്. മെസ്സിയുടെ ചിറകിലേറി ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം കിരീടം ഷോക്കേസിൽ വെച്ച് അത് നിലനിർത്താൻ വേണ്ടി അർജന്റീന വരുമ്പോൾ ചരിത്രത്തിൽ 5 കിരീടം നേടിയ ടീം ബ്രസീൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 6ാം കിരീടം ലക്ഷ്യം വെച്ച് ബ്രസീലും വരുമ്പോൾ ആര് വീയും ആര് വായും. ഈ ഫ്ലക്സിന്റെ അവസാന എൻഡിങ് എന്ന് പറഞ്ഞാൽ അവിടെ കണ്ട മാതിരി തന്നെ നമ്മുടെ മാതൃരാജ്യം ഇന്ത്യ, നമുക്ക് രോമാഞ്ചം വരണേ. നമ്മൾ ദേശീയഗാനം അങ്ങനെ മുഴങ്ങുമ്പോൾ നമുക്കൊക്കെ ആവേശം വരുന്ന ഇന്ത്യയുടെ ഫ്ലക്സ് തന്നെയാണ്, ഇന്ത്യയുടെ ഫോട്ടോ. അത് വെച്ചിട്ട് തന്നെയാണ് അവരിത് അവസാനിപ്പിക്കണേ. അതേപോലെ തന്നെ അപകടത്തിൽ മരണപ്പെട്ട ഡീഗോ ജോട്ടയുടെ
ഫോട്ടോസും ഒരു വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് വെച്ച അതേമാതിരി തന്നെ. അപ്പോൾ നമുക്കൊക്കെ ആവേശത്തോടെ അഭിമാനത്തോടെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുടെ ടീം ഈ നീല കലർന്ന ജേഴ്സിയിൽ അഭിമാനമായി വേൾഡ് കപ്പിന്റെ വേദിയിൽ ഇറങ്ങുമ്പോൾ ആ ദേശീയഗാനം രോമാഞ്ചത്തോടെ കേൾക്കാൻ, ആവേശത്തോടെ ആ ടീമിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ, കൈയടിക്കാൻ നമുക്ക് കാത്തിരിക്കാം. സുഹൃത്തുക്കളെ, മുണ്ടയിലെ വൈറലായ അർജന്റീന ഫാൻസ് ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വിശേഷങ്ങളൊന്നും ചോദിച്ചറിഞ്ഞാലോ. ഇങ്ങനെ ഒരു ബോർഡും കാര്യങ്ങളും വെക്കാൻ എന്താണ് നിങ്ങൾക്ക് പ്രചോദനമായത്? അതിനെന്താണ് കാരണം ഉണ്ടായത്? ഞങ്ങൾ 2022 ഇവിടെ ഒരു വലിയൊരു കട്ടൗട്ടർ വെച്ചിരുന്നു. അത് ഇവിടെ നല്ലോണം വൈറലായി. ഇപ്പോൾ ഇതുപോലെ ഞങ്ങളൊരു 300 അടി വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബ്രസീൽ ഫാൻസ്, ഇവിടെ മുണ്ടയിലെ ബ്രസീൽ ഫാൻസ് അതൊരു 400 ആക്കി. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു വാശി വന്ന് അപ്പോൾ ഞങ്ങൾ അവിടെ പൊളിച്ചിട്ട് അത് ഒന്ന് വലുതാക്കി. അപ്പോൾ ഞങ്ങൾ ടോട്ടൽ 600ന്റെ മേലെ ഇത് വെച്ച് ഇതാക്കി. അപ്പോൾ ബ്രസീൽ ഫാൻസ് അവിടെ 600ന്റെ മേലെ അവരും വെച്ചു. പക്ഷെ ഞങ്ങൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇവിടെ ജാസ്മുണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് ഉണ്ട്. ആ ക്ലബിന്റെ കീഴിലാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ അർജന്റീന വെച്ച ടൈമിലാണെങ്കിലും ബ്രസീലിന്റെ ഫുൾ ടീം ഇവിടെ ഞങ്ങൾ ഫുൾ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളും തിരിച്ചങ്ങോട്ടും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല ഐക്യത്തോടെയാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത്. ഇനിയിപ്പോ ഇന്നു മുതൽ ഞങ്ങൾ ഇവിടെ പ്രൊജക്ടർ വലിയ സ്ക്രീൻ വെച്ചിട്ട് ഇന്നു മുതൽ അതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലമ്പൂർ മുണ്ടയിലെ ഫുട്ബോൾ ആവേശത്തിന് മാറ്റുകൂട്ടാൻ മലപ്പുറത്തിന്റെ മറഡോണ ആസിഫ് സൈർ എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാന താരമായ അർജന്റീന ഫാൻ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് സൈർക്ക എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മുണ്ടയിലെ ജാസ് ക്ലബിനെ കുറിച്ച്, ഇവിടുത്തെ ആവേശത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമാണ് അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും. കാരണം മുണ്ട എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പരിചയമുണ്ട്. ഞാൻ കുറെ മുമ്പ് ഇവിടെ നിന്ന് കളിച്ചിട്ടുണ്ട്. ഇവരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ജാസ് ക്ലബിന് വേണ്ടിയിട്ടും ജാസ് ക്ലബിന്റെ എല്ലാ ടീംസും നമുക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ വണിമൂടി SBയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്, ഒരു സംഭവമായിട്ടോ. കാരണം ഇതിന്റെ ഒരു കൂട്ടായ്മ മുണ്ട ജാസ് ക്ലബ് അർജന്റീന ഫാൻസ് അസോസിയേഷൻ. നമ്മളെ വേൾഡ് കപ്പ് അമേരിക്കയിലും ഇവിടേക്കാണ് നടക്കുന്നത്. ആവേശം ഇവിടെ തന്നെയാണ്. നമ്മളെ അർജന്റീന, ബ്രസീല് എല്ലാവരും ഒത്തണക്കത്തോടെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയാണ് ഈ വേൾഡ് കപ്പ് വരവേൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ ഒരു ദിവസം ലീവുള്ള ദിവസം എല്ലാരെയും കൂട്ടിയിട്ട് വന്ന് കാണാൻ ആഗ്രഹിച്ചതാണ്. 602 അടി വേൾഡ് റെക്കോർഡ് എന്നാണ്. നോക്കി നിങ്ങൾ ഇത് കാണാൻ മാത്രം ഉണ്ട്. ഇതൊക്കെ എവിടെ ഉണ്ടാവും? വൈകുന്നേരം ഞങ്ങൾ ലൈറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് കുറെ ആളുകൾ കാണാൻ വരുന്നുണ്ട്. അപ്പൊ മുണ്ട ജാസ് ക്ലബ്ബ് ഈ വേൾഡ് കപ്പ് തൂക്കി എന്താ സംഭവം നമ്മളെ നാട്ടിലാണ്. കാരണം ഫുട്ബോളിൽ എത്ര നെഞ്ചിനെ വരവേൽക്കുന്ന ഈ മലപ്പുറത്ത് എല്ലാരും ഉറ്റു നോക്കുന്നില്ലേ. അപ്പം മുണ്ടടിച്ചു പൊളിച്ച് തകർത്ത് എല്ലാവിധ ആശംസകളും. നമുക്ക് ഒറ്റക്കെട്ടായി വേൾഡ് കപ്പ് എൻജോയ് ചെയ്ത് തകർക്കാം. ഓരോ നിമിഷം കഴിയുന്തോറും ആവേശം കൂടി വരികയാണ്. അപ്പൊ ഈ ജാസ് ക്ലബിനെ അതിൽ എടുത്തു പറയേണ്ടത്, ഈ ജാസ് ക്ലബിന് ഈ നാട്ടിലെ കാരണന്മാരെയും സ്ത്രീകളെയും ചെറുപ്പക്കാരെ ഇത്ര ഒരു പ്രാധാന്യം കിട്ടണമെങ്കിൽ അതിന് പിന്നിലെ കഥ ഉണ്ടാവുമല്ലോ. ജാസ് ക്ലബിനെ സംബന്ധിച്ചുകൊണ്ട് ഈ നാടിന്റെ എല്ലാ മേഖലയിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ്. 2002 സ്ഥാപിതമായിട്ടുള്ളൊരു ക്ലബ്ബാണ് നമ്മൾ. ഇതിനിടയിൽ ഇത് ക്ലബ്ബ് സ്ഥാപിതമാകാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ പ്രായത്തിലുള്ള ആളുകളായിട്ട് വരേണ്ട ആളുകൾ, അകാലത്തിൽ പല അപകടങ്ങളിലും മരണപ്പെട്ടു പോയ കുറേ യുവാക്കളുണ്ട്. അതിൽ ഈ തമ്പലക്കോടൻ സുനീർ, പിന്നെ ജുനൈസ്, അതേപോലെ തന്നെ സുനീർ, എരഞ്ഞിക്കൽ ഷാജാനെ പോലെയുള്ള ഞങ്ങളുടെ അത്ര ഇടപഴകി ജീവിക്കുന്ന ആളുകളുടെ ഒരു സ്മരണാർത്ഥം അവരെന്നും ഈ നാട്ടിൽ ഓർമ്മിപ്പിക്കാനും അതേപോലെ തന്നെ യുവാക്കളെ ഈ നാടിനെ മുഴുവനും ഒരുമിച്ച് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു ക്ലബ്ബാണ്. അവരുടെ പേരിന്റെ ഒക്കെ ഒരു ഷോർട്ട് ഫോം ആയിക്കൊണ്ടാണ് ജാസ് എന്നുള്ളൊരു പേര് വരാനുള്ള കാരണം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ മുൻഗാമികളായിട്ട് ഈ ക്ലബ്ബിനെ നയിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ നാടിന്റെ ഒരു ഐക്യം, അത് ക്ലബിനെ സംബന്ധിച്ചുകൊണ്ട് പറയുകയാണെന്ന് വെച്ചാൽ ക്ലബിന്റെ കീഴിൽ ബ്രസീൽ ഫാൻസ് ഉണ്ട്, അർജന്റീന ഫാൻസ് ഉണ്ട്, അതേപോലെ തന്നെ സ്പെയിൻ ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, എല്ലാ ടീമും ഉണ്ട്. പക്ഷെ എല്ലാവരെയും ഏകോപിച്ചുകൊണ്ട് എല്ലാവരെയും ആവേശം ഈ നാട്ടിൽ എന്നും ഉണ്ടാവണം. ഫുട്ബോളിലൂടെ ഫുട്ബോൾ ഒരു ലഹരിയായിട്ട് മാറ്റിയിട്ട് മറ്റുള്ള ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ലഹരിന്റെ കീഴിലാണ് യുവാക്കളൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിരുന്നു. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള നല്ലൊരു ഫിറ്റ്നസ് ഉള്ള ഒരു ഫുട്ബോൾ ഏരിയയിലേക്ക് അതെ അത് മാറ്റിയെടുക്കുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ പല ബ്ലോഗേഴ്സും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും വലിയ ഫണ്ട് റൈസ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൂടെ. അത് ജാസ് ക്ലബിനെ അറിയാത്തത് കൊണ്ടാണ്.
നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇവിടെ സംഘടിപ്പിച്ചത്. അതിലൂടെ ഈ നാട്ടിലുള്ള ഇപ്പൊ ഈ മുണ്ട എന്നതിന് അപ്പുറത്ത് വൈക്കട പഞ്ചായത്തിനപ്പുറത്ത് ഈ നിലമ്പൂർ താലൂക്കിലെ അതിനപ്പുറത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ കിഡ്നി പേഷ്യന്റുകൾ, അതേപോലെ തന്നെ ക്യാൻസർ പിടിച്ചെടുക്കുന്ന ആളുകൾ, അവരൊക്കെ തുടർ ചികിത്സക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട്, ഇത് ഏകദേശം ഒരു 8-9 വർഷമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്ന, അതുപോലെ തന്നെ അതിലൂടെ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് കാണികളെയും എല്ലാവരും സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ഞങ്ങൾ ഓരോ മത്സരങ്ങളിലും ഗ്രൗണ്ടിൽ വെച്ചിട്ട് വിതരണം ചെയ്യുന്ന. അതോടൊപ്പം തന്നെ വൈക്കട് പാലിയേറ്റീവ് 500 ജില്ലാന രോഗികളെ നോക്കുന്ന ഒരു പാലിയേറ്റീവ് സെന്ററാണ്. ആ പാലിയേറ്റീവ് സെന്ററിന് എല്ലാ വർഷവും വൺ ഡേ കളക്ഷനിലൂടെ ഇപ്പൊ ഈ കഴിഞ്ഞ തവണ വൺ ഡേ കളക്ഷനിലൂടെ നമ്മൾ 2 ലക്ഷത്തിന്റെ അടുത്തായിട്ട് രൂപ സമാഹരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. സുഹൃത്തുക്കളെ, നമ്മളൊരു അർജന്റീന ഫാൻ തന്നെയാണ്, ഒരു ഫുട്ബോൾ ആരാധകനാണ്. അപ്പോൾ തുടക്കത്തിൽ വന്നതിനേക്കാൾ എത്രയോ ആവേശത്തോടെ ഒരുപാട് ആളുകൾ തടിച്ചുകൂടി നല്ല സപ്പോർട്ട് കിട്ടി. ആസിഫ് സീറിനെ പോലെ നമ്മളെ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്ലെയറെ സംസാരിക്കാനും പിന്നെ ഓരോ അഭിപ്രായങ്ങൾ അറിയാനൊക്കെ സാധിച്ചു. അപ്പോൾ ഈ മുണ്ട എന്ന ഈ ദേശത്തെ ലോകത്തെ മൊത്തത്തിൽ അറിയിക്കാൻ സഹായിച്ച ഒരു സംഗതി തന്നെയാണിത്. കാരണം ഇങ്ങനെ ഒരു പിന്നെ ഫ്ലക്സും കാര്യങ്ങളും ബോർഡ് നമ്മൾ ഇന്നേ വരെ എവിടെയും കണ്ടിട്ടില്ല. അതേപോലെ ഇതുപോലെയുള്ളൊരു ഐക്യം, ഒരു ക്ലബിൻ്റെ കീഴിൽ, ഒരു നാടിൻ്റെ കെട്ടുറപ്പ് ഒരു ക്ലബിൻ്റെ കീഴിൽ. കാരണം അതിൽ രാഷ്ട്രീയമില്ല, മതമല്ല, ജാതിയില്ല, ഒന്നുമില്ല. ആ ക്ലബിൻ്റെ കീഴിൽ എല്ലാവരെയും മൂപ്പര് സൂചിപ്പിച്ചു മാലയിലെ മുത്തുമണികളെ പോലെ ഒരു നാട് കോർത്തിണക്കി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു മുതൽക്കൂട്ടൊന്നും ഇതും ഞാനും വേറല്ല. അപ്പോൾ അവർ പിന്നെ ഇങ്ങനെ ഇതിന് പൈസ ചെലവാക്കി വലിയ ഫ്ലക്സുകൾ വെക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ നാടിന് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് 4 വർഷത്തിൽ വരുന്ന ഒരു ഫുട്ബോൾ വേൾഡ് കപ്പിനെ ആവേശത്തോടെ വരവേൽക്കുന്നത്. എന്തുകൊണ്ടും ലോകത്തിന് തന്നെ മാതൃകയാകാൻ പിന്നെ സാധിക്കുന്ന ഒരു നാട് തന്നെയാണ് മുണ്ട. അപ്പോൾ ഈ ആവേശവും കെട്ടുറപ്പും ഈ സൗഹൃദവും എല്ലാം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ആവേശത്തോടെ ഒന്ന് അയറാണ്.